السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 218 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനിടെ അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല ഫിർഔൻ ഉതൂനി ബികുല്ലി സാഹിരിൻ അലീം. فلما جاء السحرة قال لهم موسى ألقوا ما أنتم ملقون. فلما ألقوا قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين ويحق الله الحق بكلماته ولو كره المجرمون. فما آمن لموسى إلا ذرية من قومه على خوف من فرعون وملئهم أن يفتنهم وإن فرعون لعال في الأرض وإنه لمن المسرفين. وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين. وقالوا على الله توكلنا ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا واجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. صدق الله العلي العظيم. സൂറത്ത് യൂനുസിലെ 79 മുതൽ 88 വരെയുള്ള 10 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 11ാമത്തെ ജുസ്ഇൽ 218 പേജ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ദഅവത്തൊന്നും ഫിർഔനും കൂട്ടർക്കും പിടിച്ചില്ല. നാടിൻ്റെ ആധിപത്യം കൈക്കലാക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധികാരമോഹമാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന ധിക്കാരപരമായ മറുപടിയാണ് ഫിർഔനും കൂട്ടരും മൂസാ നബി അലൈഹി സ്വലാമിനും ഹാറൂൻ നബി അലൈഹി സ്വലാമിനും നൽകിയത്. ഒരുപാട് തെളിവുകൾ കാണിച്ചു കൊടുത്തു. അതെല്ലാം സിഹ്റാണ് എന്ന് പറഞ്ഞ് തള്ളി. പ്രധാനമായി 2 തെളിവുകൾ അല്ലേ. ഇനി പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ അത് സിഹ്റാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞല്ലോ. ഫിർഔൻ തീരുമാനിക്കുകയാണ് നാട്ടിലുള്ള അതിവിദഗ്ധരായ എല്ലാ സാഹിര്യങ്ങളെയും വിളിച്ചുകൂട്ടി, മാരണക്കാരെയും വിളിച്ചുകൂട്ടി ഒരു മത്സരം നടത്തിയിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ തറപറ്റിക്കാണ് ശ്രമമാണ്. അങ്ങനെ ഫിർഔൻ ഉത്തരവിടുകയാണ് എല്ലാ സാഹിര്യങ്ങളെയും കൊണ്ടുവരാൻ വേണ്ടി. ഫിർഔന്റെ അടുത്തേക്ക് ആദ്യം ചെന്നപ്പോൾ അപ്പോൾ തന്നെ മൂസാ നബി അലൈഹി സ്വലാം 2 മുഅ്ജിസത്തുകൾ തെളിവായി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വടിയും പിന്നെ 2 കൈയും. സൂറത്ത് ശുഅറായിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് 32-33 ആയത്തുകളിൽ. വടി താഴെയിട്ടപ്പോൾ പാമ്പായി മാറി. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൈ കുപ്പായമാറിലിട്ട് പുറത്തെടുത്തപ്പോൾ ശക്തമായി വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്നു. ഇതാണ് 2 ദൃഷ്ടാന്തങ്ങൾ. ഇതെല്ലാം കണ്ടപ്പോൾ ഫിർഔൻ സത്യത്തിൽ പരിഭ്രാന്തരായി, ഫിർഔനും കൂട്ടരും. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സാഹിര്യങ്ങൾ കൊടികുത്തി വാഴുന്ന കാലമാണ്. മാരണക്കാർ, എല്ലാ കുതന്ത്രങ്ങളും അരങ്ങു വാഴുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഈ മുഅ്ജിസത്തുകളും സിഹറായി ചിത്രീകരിക്കുകയാണ് അവർ ചെയ്തത്.
തൻ്റെ ചുറ്റുമിരിക്കുന്ന മന്ത്രിമാരോടും ഉദ്യോഗസ്ഥന്മാരോടും ഫിർഔൻ ഉത്തരവിടുകയാണ്, ഇയാൾ ഒരു സമർത്ഥനായ സാഹിറാണ്, അതുകൊണ്ട് ഇയാളെ നമുക്ക് തറപറ്റിക്കണം. ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഇവനെ എന്തു ചെയ്യണമെന്നാണ് നിങ്ങളുടെ തീരുമാനം? അപ്പോൾ അവർ പറഞ്ഞു, ഒരു മത്സരം നടത്താം. അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചു. നാട്ടിലെ പ്രഗത്ഭരായ സാഹിര്യങ്ങളെ കൊണ്ടുവന്ന് മൂസാ നബി അലൈഹി സ്വലാമിനെ നേരിടാം. അങ്ങനെയാണ് ഫിർഔൻ അത്തരമൊരു ഉത്തരവിടുന്നതും നാട്ടിൽ വിളംബരം നടത്തി സർവ്വമാരണക്കാരെയും ഒരുമിച്ച് കൂട്ടാൻ കൽപ്പിക്കുന്നത്. ഫിർഔന് ഈ ഒരു നിർദ്ദേശം നന്നായി തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ഉത്തരവിട്ടത്. ആ ഉത്തരവാണ് 79-ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല ഫിർഔൻ തൂനി ബികുല്ലി സാഹിരിൻ അലീം. വഖാല ഫിർഔൻ ഉത്തരവിട്ടു, തൂനി നിങ്ങൾ കൊണ്ടുവരിക, എൻ്റെ അടുത്ത് ഹാജരാക്കുക, ബികുല്ലി സാഹിരിൻ എല്ലാ ആഭിചാരക്കാരന്മാരെയും എല്ലാ മാരണക്കാരെയും, അലീമിൻ വിദഗ്ധരായ മികച്ച പരിജ്ഞാനമുള്ള നല്ല സാഹചര്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരും. അങ്ങനെ ഉത്തരവൊക്കെ മത്സരമൊക്കെ നടന്ന് സംഭവമൊക്കെ തീരുമാനിച്ചതുപോലെ നടന്നു കഴിഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായി? അതാണ് 80 മുതൽ പറയുന്നത്. രാജാവിൻ്റെ ഉത്തരവും വിളംബരവും കേട്ട് ആഭിചാര വിദഗ്ധന്മാരെല്ലാം കൊട്ടാരത്തിൽ ഒരുമിച്ച് കൂടി. കാര്യങ്ങളൊക്കെ ആദ്യം അവരോട് പറഞ്ഞിരുന്നു. പുതിയ ചില വാദഗതികളനുസരിച്ച് അള്ളാഹു പറഞ്ഞയച്ച റസൂലാണ് എന്നും പറഞ്ഞ് അതിസമർത്ഥനായ ഒരു മാരണക്കാരൻ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അയാളെ അതിവിദഗ്ധമായി നേരിടണം, അതിനാണ് നിങ്ങളെ വിളിച്ചത്. അന്ന് ഫിർഔനിന്റെ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന എല്ലാ ആഭിചാര വിദഗ്ധരും അവിടെ രംഗത്ത് വന്നിരുന്നു. ഇത് രാജാവിൻ്റെ അഭിമാന പ്രശ്നമാണ്. തിരുമനസ് തോറ്റുപോയാൽ പിന്നെ എന്തിനു കൊള്ളും? മറിച്ച് അവർ ജയിച്ചാലോ, ഫിർഔൻ ജയിച്ചാലോ, ഈ സാഹചര്യങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും കയ്യും കണക്കില്ല. മാഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും റെഡിയായി വന്നിരിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമും സാഹചര്യങ്ങളും 2 ടീമാണ്. അങ്ങനെ മത്സരവേദി റെഡിയായപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അവരോട് തുടങ്ങാൻ ആവശ്യപ്പെടുകയാണ് 80-ാമത്തെ ആയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاء السحرة قال لهم موسى ألقوا ما أنتم ملقون. فلما جاء السحرة, അങ്ങനെ മാരണ വിദ്യക്കാർ എത്തിയപ്പോൾ, അവർ വന്നപ്പോൾ, ഖാല ലഹും അവരോട് പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അൽഖൂ നിങ്ങൾ ഇട്ടുകൊള്ളൂ, മാ അൻതും മുൽഖൂൻ നിങ്ങൾ ഇടുന്നതെല്ലാം ഇട്ടുകൊള്ളുക. എന്നാൽ നിങ്ങളുടെ പക്കലുള്ളതൊക്കെ ഇട്ടുകൊള്ളുക എന്നർത്ഥം. മത്സരവേദിയിൽ വടിയും കയറും നിലത്തിട്ട് അത് പാമ്പും തേളും മറ്റുമൊക്കെയായി രൂപം പ്രാപിച്ചതായി ദൃഷ്ടാക്കളെ തോന്നിപ്പിക്കുന്ന, കാണുന്ന ആളുകളെ തോന്നിപ്പിക്കുന്ന ജാലവിദ്യയാണ് അവർ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി വന്നിരുന്നത്. ആ വടിയും കയറും ഒക്കെ നിലത്തിട്ടുള്ളൂ എന്നാണ് ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത്. 81, 82 ആയത്തുകൾ നോക്കൂ. അങ്ങനെ എന്തായി? അവര് കയ്യിലുള്ളതൊക്കെ താഴെ ഇട്ടു. ആ താഴെ ഇട്ട് കഴിഞ്ഞപ്പോൾ കാണുന്ന ആളുകൾക്ക് അത് പാമ്പായി ഒക്കെ രൂപാന്തരപ്പെടാൻ തുടങ്ങി, കാണാൻ മനസ്സിലാകാൻ തുടങ്ങി. അവർ കൺകെട്ട് നടന്നു അവിടെ. അവ മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങളെ കാണിക്കുന്നത് അത്രയും സിഹറാണ്, ആഭിചാരമാണ്, സാഹചര്യങ്ങൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. ആ പറഞ്ഞത് സൂചന എന്താ? ഞാൻ കാണിക്കുന്നത് സിഹറല്ല, സത്യം എൻ്റെ പക്ഷത്താണ് എന്നാണ് ആ സൂചന. ആയത്ത് നോക്കാം, 81, 82. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما ألقوا قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين ويحق الله الحق بكلماته ولو كره المجرمون. فلما ألقوا, അങ്ങനെ അവർ ഇട്ടപ്പോൾ, അവരുടെ വടികൾ ഇട്ടപ്പോൾ, ഖാല മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, മാ ജിഅ്തും ബിഹി നിങ്ങൾ ഈ കൊണ്ടുവന്നത് അസ്സിഹ്റു അത് ആഭിചാരമാണ്, നിങ്ങൾ ഈ അവതരിപ്പിക്കുന്നത് ആഭിചാരമാണ്. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു തആല സയുബ്തിലുഹു അതിനെ ബാത്തിലാക്കും. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു തആല ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ നാശകാരികളായ ആളുകളുടെ ചെയ്തികളെ അവൻ ഉദാത്തമാക്കി തീർക്കുന്നതേയല്ല, നന്നാക്കി തീർക്കുന്നതേയല്ല. മുഫ്സിദീങ്ങളുടെ പണി അല്ലാഹു തആല നന്നാക്കി തീർക്കൂല. നിങ്ങൾ ഈ ചെയ്തത് മുഫ്സിദീങ്ങളുടെ പണിയാണ്, ഇത് സിഹറാണ്, ഇത് അല്ലാഹു തആല ബാത്തിലാക്കും. എന്ന് മാത്രമല്ല, വയുഹിഖുല്ലാഹുൽ ഹഖ്ഖ ബികലിമാതിഹി വലൗ കരിഹൽ മുജ്രിമൂൻ. വയുഹിഖുല്ലാഹു അല്ലാഹു തആല സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും, ബികലിമാതിഹി തൻ്റെ വചനങ്ങളിലൂടെ, അവൻ്റെ വചനങ്ങളിലൂടെ,
സത്യം അവൻ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ മുജ്രിമൂൻ, അധർമ്മകാരികൾ, കുറ്റവാളികൾ അനിഷ്ടപ്പെട്ടാലും. കുറ്റവാളികൾക്ക് ഇഷ്ടമില്ലെങ്കിലും ശരി, കരിഹ എന്ന് പറഞ്ഞാൽ വെറുത്തുന്ന. അപ്പോൾ കുറ്റവാളികൾ വെറുത്താലും ശരി, അല്ലാഹു തആല തൻ്റെ വചനങ്ങളിലൂടെ ഹഖിനെ സ്ഥിരപ്പെടുത്തുക തന്നെ ചെയ്യും, സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. വയഹ്ഖുല്ലാഹുൽ ഹഖ, അല്ലാഹു തആല ഹഖിനെ സാക്ഷാത്കരിക്കും ബികലിമാതിഹി, അവൻ്റെ കലിമാത്തുകളിലൂടെ. 83-ാമത്തെ ആയത്ത് നോക്കാം. അപ്പോൾ അവരിട്ടു അല്ലേ, അവരുടെ കയ്യിലുള്ളതൊക്കെ ഇട്ടു, അത് പാമ്പായി കാണാൻ ആളുകൾക്ക് തോന്നി. ഇനി മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ കയ്യിലുള്ള വടി ഇടുകയാണ്. ആ വടിയും നിലത്തിട്ടു. ഉടനെ തന്നെ അത് വലിയൊരു പാമ്പായി മാറി. നേരത്തെ സാഹിത്യങ്ങളിട്ട എല്ലാ പാമ്പുകളെ തോന്നിക്കുന്ന എല്ലാറ്റിനെയും അത് പിടിച്ച് വിഴുങ്ങാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ സാഹിര്യങ്ങൾക്ക് കണ്ണു തള്ളിപ്പോയി. ഈ വിഷയം ഖുർആനിൽ വേറെ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല വിശദമായി പറയുന്നുണ്ട്. സൂറത്തുൽ ആറാഫിലെ 117-ാം ആയത്ത് മുതൽ പറയുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ ശുറായിൽ 45-ലും ഒക്കെ വിശദമായി പറയുന്നുണ്ട്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം കാണിച്ചത് വലിയ മുഅ്ജിസത്താണ്. സാഹചര്യങ്ങളായ ആളുകൾ ഒന്നടങ്കം അതിനു മുമ്പിൽ മുട്ടുകുത്തി. അവർക്ക് മനസ്സിലായി ഈ കാണിക്കുന്നത് സിഹറല്ല, ഇത് അമാനുഷിക കാര്യമാണ് എന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അവർ മുഅ്മിനീങ്ങളായി മാറുകയാണ്. സിഹറാണ് മൂസാ നബി അലൈഹി സ്വലാം കാണിച്ചതെങ്കിൽ അത് ആദ്യമായി തിരിച്ചറിയേണ്ടതാരാ? ഈ സാഹചര്യങ്ങളാണ്. കാരണം അവർ അതിവിദഗ്ധരായ മാരണക്കാരാണ്. അപ്പോൾ അവർക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് ഒറിജിനലാണ്, പിന്നെ ഞങ്ങളെപ്പോലെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഏതായാലും മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാം ആ മത്സരത്തിൽ വിജയിക്കുകയാണ്. സാഹചര്യങ്ങളൊക്കെ മുഅ്മിനീങ്ങളായി. പക്ഷേ അത് കണ്ടു നിന്നത് ഒരുപാട് ആളുകളുണ്ട്. അവരിൽ നിന്ന് വളരെ ചുരുക്കം പേർ മാത്രമേ മൂസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ചുള്ളൂ. അതുതന്നെ ഫിർഔനെയും അവൻ്റെ നേതാക്കന്മാരെയും കുറിച്ചുള്ള പേടി സഹിതം മാത്രം. അവർക്ക് ഭയങ്കര പേടിയായിരുന്നു ഫിർഔനെ. ആ പേടിയോടുകൂടെ കുറച്ചാളുകൾ മാത്രം പിന്നെ മുഅ്മിനീങ്ങളായി. അതാണ് 83-ൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമാ ആമന ലിമൂസാ ഇല്ലാ ദുർരിയ്യത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അൻ യഫ്തിനഹും വഇന്ന ഫിർഔന ലആലിം ഫിൽ അർദി വഇന്നഹു ലമിനൽ മുസ്രിഫീൻ. ഫമാ ആമന ലിമൂസാ, എന്നാൽ മൂസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചില്ല. ഇല്ലാ ദുർരിയ്യത്തും മിൻ ഖൗമിഹി, തൻ്റെ ജനതയിൽ നിന്ന് ഏതാനും പേരൊഴികെ. ഇല്ലാ ദുർരിയ്യത്തുൻ, ഏതാനും പേരൊഴികെ, കുറച്ച് പേരൊഴികെ. മിൻ ഖൗമിഹി, തൻ്റെ ജനതയിൽ നിന്ന്. അതുതന്നെ അലാ ഖൗഫിൻ മിൻ ഫിർഔന, ഫിർഔനിനെ പേടിച്ചിട്ട്. വമലഇഹിം, ഫിർഔനിൻ്റെയും ഫിർഔനിൻ്റെ നേതാക്കന്മാരെയും അൻ യഫ്തിനഹും, തങ്ങളെ മർദ്ദിക്കുമോ എന്ന ഭയത്തോടുകൂടി മാത്രം. അവർ കുറച്ചാൾക്കാർ മുസ്ലിമായി. അതുതന്നെ അലാ ഖൗഫിൻ, പേടിയോടെയാണ്. മിൻ ഫിർഔന വമലഇഹിം, ഫിർഔനിൻ്റെയും പ്രമുഖന്മാരുടെ നേതാക്കന്മാരുടെയും. എന്തിനാ അവർ പേടിച്ചത്? അൻ യഫ്തിനഹും, അവരെ മർദ്ദിക്കുമോ എന്ന ഭയം. അല്ലാഹു തആല പറയണോ, ഇന്ന ഫിർഔന ലആലിം ഫിൽ അർളി വഇന്നഹു ലമിനൽ മുസ്രിഫീൻ. ഫിർഔൻ നിശ്ചയമായും ലആലിം ഫിൽ അർളി, ഭൂമിയിൽ പിന്നെ ഔന്നത്യം നടിക്കുന്നവനാണ്. ഞാൻ ഭയങ്കരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. ലആലിൻ, ഔന്നത്യം നടിക്കുന്നവനാണ്. വഇന്നഹു, തീർച്ചയായും ഫിർഔൻ ലമിനൽ മുസ്രിഫീൻ, പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരിൽ പെട്ടവനുമാണ്. ജാലവിദ്യക്കാരായ ആളുകൾ സത്യവിശ്വാസം സ്വീകരിച്ചതോടുകൂടി ഫിർഔന്റെ മട്ടുമാറി. ഫിർഔൻ പറഞ്ഞു, ഇയാൾ നിങ്ങളെ സിഹർ പഠിപ്പിച്ച വലിയ ഉസ്താദാണല്ലേ എന്ന് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ ചേർത്ത് അവരെ ആക്ഷേപിക്കാൻ തുടങ്ങി. അവർക്കെതിരെ മർദ്ദനങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. ഫിർഔനെയും ആൾക്കാരെയും പേടിച്ചിട്ട് പല ആളുകളും മുസ്ലിമീങ്ങളായി വരാൻ, ഇസ്ലാം സ്വീകരിക്കാൻ മുന്നോട്ട് വരാൻ പേടിച്ചു മാറി നിന്നു. കുറച്ച് ചെറുപ്പക്കാരായ ആളുകൾ മാത്രം വിശ്വസിച്ചു, അതും വളരെ വളരെ പേടിച്ചിട്ട്. അധികാരം തലക്ക് പിടിച്ച ക്രൂര ഹൃദയനാണ് ഫിർഔൻ. അവൻ്റെ കൂടെയുള്ളവരോ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന ആളുകളുമാണ്. മൂസാ നബി അലൈഹി സ്വലാമിനെ കൊലപ്പെടുത്താൻ ഫിർഔൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമും മൂസാ നബി അലൈഹി സ്വലാമിനെയും അവൻ്റെ കൂട്ടുകാരെയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വിട്ടുകൂടാ എന്ന് പറഞ്ഞ് അതിക്രൂരമായ പല മർദ്ദന മുറകളും ഫിർഔൻ നടത്തിയ നാട്ടിൽ. 84-ാമത്തെ ആയത്ത് നോക്കാം. അനിഷേധ്യമായ ദൃഷ്ടാന്തം കണ്ടതോടെ ഫിർഔനിൻ്റെ അടിമത്തത്തിൽ കഴിയുകയായിരുന്ന ഇസ്രായേലരിൽ തന്നെ പലരും ഗുരുതരമായ ശിക്ഷവായെന്ന്, അല്ലെങ്കിൽ ഫിർഔനെ പേടിച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചില്ല. വളരെ കുറച്ച് മുഅ്മിനീങ്ങൾ മാത്രമാണ് കൂടെ നിന്നത്. ഫറോവയുടെ ഫിർഔനിൻ്റെ അനുയായികളിൽപ്പെട്ട കുറച്ച് പേരും ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു.
ഏതായാലും മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയാണ്. അതാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. അവരെ സത്യവിശ്വാസത്തിൽ അടിയുറപ്പിച്ച് നിർത്താനും പതറാതെ മുന്നോട്ട് പോകാനും പ്രാപ്തരാക്കുന്ന ഉപദേശങ്ങൾ. ഫിറഔനെ നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണമെന്ന് അവർക്ക് ധൈര്യം കൊടുക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാം. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ കാര്യങ്ങൾ അത്രയും അല്ലാഹുവിൽ വരമേൽപ്പിക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാം അനുയായികൾ ഉണർത്തുകയാണ്. ഫിറഔനിന്റെ ഭീഷണികൾ കാര്യമാക്കേണ്ടതില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല മൂസാ യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലൂ ഇൻ കുൻതും മുസ്ലിമീൻ. വഖാല മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനതയെ, ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ, ആമൻതും ബില്ലാഹി അല്ലാഹുവിൽ വിശ്വസിച്ചവരാണെങ്കിൽ, ഫഅലൈഹി തവക്കലൂ നിങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ വരമേൽപ്പിച്ചുകൊള്ളൂ, ഇൻ കുൻതും മുസ്ലിമീൻ നിങ്ങൾ അല്ലാഹുവിന് വിധേയരായിട്ടുണ്ടെങ്കിൽ. അള്ളാഹുവിന് വിധേയരാണെങ്കിൽ, മുസ്ലിമീങ്ങളാണ്, നിങ്ങൾ അള്ളാഹുവിന് വിധേയരാണ്. അപ്പോൾ നിങ്ങളാണ് ശരിയായ വിധേയത്വം കാണിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തേക്കൂ. എൻ്റെ ജനങ്ങളെ എന്ന് മൂസാ നബി അലൈഹി സ്വലാം വിളിച്ചിരുന്നത് അത് ഇസ്രായേല്യരിലും പിന്നെ ഫിർഔനിൻ്റെ ഖൗമിൽപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളെയും ഉദ്ദേശിച്ചാണ്. അല്ലെ, ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസത്തിൽ തൻ്റെ കൂടെ നിന്ന എല്ലാവരും സ്വന്തക്കാരാണ്. അവിടെ ഗോത്രങ്ങളോ വിഭാഗങ്ങളോ അതിൻ്റെ അതിർവരമ്പുകളൊന്നും ഇല്ല. അതുകൊണ്ടാണ് തൻ്റെ ജനതയെയും ഫിർഔനിൻ്റെ ജനതയെയും എല്ലാവരും കൂട്ടിയിട്ട് അതിൽ നിന്ന് മുഅ്മിനീങ്ങളായ ആളുകളെ എൻ്റെ ഖൗമി എന്ന് വിളിച്ചത്. ഈ ആയത്തും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ആയത്താണ്. സത്യവിശ്വാസികളായ ആളുകളെ എന്നും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ആയത്താണ്. ഉപദേശമാണ് മൂസാ നബി അലൈഹി സ്വലാം കൊടുക്കുന്നത്. താൽക്കാലികമായ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി അള്ളാഹുവിനെ വിസ്മരിച്ച് കളയുന്ന ദൗർബല്യമാണ് മുസ്ലിം ലോകത്തിൻ്റെ സർവനാശങ്ങൾക്കും കാരണമെന്ന് ഇന്ന് നമുക്ക് ഉദാഹരണ സഹിതങ്ങൾ എത്രയോ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ, അള്ളാഹുവിന് കൃത്യമായി തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോയാൽ, അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയാൽ പിന്നെ മുഅ്മിനീങ്ങൾ അജയ്യരായി തീരും. ആർക്കും അവരൊന്നും ചെയ്യാൻ കഴിയില്ല എന്നത് ഒരു സത്യമാണ്. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ വാസ്തവം. 85-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഉപദേശിച്ചപ്പോൾ ആ മുസ്ലിമീങ്ങളായ ആളുകൾ കൊടുത്ത മറുപടിയാണ് ഇനി അടുത്ത ആയത്തിലുള്ളത്. ആ മുഅ്മിനീങ്ങളായ ആളുകൾ ഈ ഉപദേശം അതേപോലെ അനുസരിച്ചു. മാത്രമല്ല, അവർ അള്ളാഹുവിന് മുമ്പിൽ കൈയുയർത്തി ദുആ ചെയ്തു, അള്ളാഹുവേ, ഞങ്ങൾ നിന്നെ കാര്യങ്ങളൊക്കെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അക്രമികളായ ജനങ്ങളുടെ മർദ്ദനങ്ങൾക്ക് ഞങ്ങൾ നീ വിധേയരാക്കരുതേ. നിന്റെ കാരുണ്യം കൊണ്ട് സത്യനിഷേധികളായ ജനതയിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ എന്നവർ ദുആ ചെയ്യുകയാണ്. 85-86 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فقالوا على الله توكلنا ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. فقالوا അവർ പറഞ്ഞു, على الله توكلنا ഞങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജ്അൽനാ നീ ഞങ്ങളെ ആക്കരുതേ, ഞങ്ങളെ വിധേയരാക്കരുത്, ഫിത്നതൻ മർദ്ദനങ്ങൾക്ക്, ലിൽ ഖൗമിൽ ളാലിമീൻ അക്രമികളായ ജനതകളുടെ മർദ്ദനങ്ങൾക്ക് നീ ഞങ്ങളെ വിധേയരാക്കരുത് റബ്ബേ എന്നവർ ദുആ ചെയ്യുകയാണ്. വനജ്ജിന നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ, ബിറഹ്മതിക നിന്റെ കാരുണ്യം കൊണ്ട്, മിനൽ ഖൗമിൽ കാഫിരീൻ സത്യനിഷേധികളായ ജനതയിൽ നിന്നും. ഫഖാലു അലല്ലാഹി തവക്കൽനാ അവർ പറഞ്ഞു, ഞങ്ങൾ തവക്കുൽ ചെയ്തിരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം അല്ലാഹുവിൽ പരമേൽപ്പിച്ചോളൂ. അവർ ഉടനെ ഉപദേശം സ്വീകരിക്കുകയാണ്, ഞങ്ങൾ തവക്കുൽ ചെയ്തോളൂ, ഞങ്ങൾ തവക്കുൽ ചെയ്തിരിക്കുന്നു. മുഅ്മിനീങ്ങളായ നമ്മളും നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ തവക്കുൽ. ഇന്നിപ്പോൾ തീരെ ഇല്ലാതായിപ്പോയ വിഷയമാണ് തവക്കുൽ. അള്ളാഹുവിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളെ റബ്ബിന് വലിയ ഇഷ്ടമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്ത് ആലി ഇംറാൻ 189-ാമത്തെ ആയത്തിൽ. സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സ്വഭാവമാണ് അള്ളാഹുവിൽ പരമേൽപ്പിക്കുക എന്നത്. തവക്കുൽ എന്നാണ് അറബിയിൽ പറയാം. ലൗ അന്നക്കും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസഖ്തും കമാ തുർസഖു ത്വയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, നിങ്ങൾ അള്ളാഹുവിൽ യഥാവിധി കാര്യങ്ങൾ പരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ആഹാരം നൽകപ്പെടും പോലെ നിങ്ങൾക്കും ആഹാരം നൽകപ്പെടുമായിരുന്നു. പക്ഷികൾ രാവിലെ കൂട്ടം നിറങ്ങിപ്പോണത് വയറൊട്ടിയിട്ടാണ്. തഗ്ദു ഖിമാസൻ വയറൊട്ടിയിട്ടാണ് അവർ പുറപ്പെടുന്നത് കൂട്ടിൽ നിന്ന്. പക്ഷേ വതറൂഹു ബിത്വാനൻ വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങുകയാണ് അവർ ചെയ്യുന്നത്. അവർ അന്വേഷിച്ച് നടക്കുകയാണ്. അവർക്ക് എവിടെയും ബാങ്ക് ബാലൻസ് വരെ ഭക്ഷണം റെഡിയാക്കിയതോ സദ്യകളൊന്നും അവർക്കില്ല. അവർ പോവാണ്, അന്വേഷിച്ച് നടക്കുകയാണ്, അള്ളാഹുവിൽ പരമേൽപ്പിച്ചിട്ട് പോവാണ്. അള്ളാഹുവിൽ പരമേൽപ്പിക്കുക എന്നത് ഒരു ജോലിയും ചെയ്യാതെ ചടഞ്ഞിരിക്കുന്നതിൻ്റെ പേരല്ല. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഹദീസിൽ മനസ്സിലാക്കാം.
നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത ശേഷം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിന് സമർപ്പിക്കുക. എന്നിട്ട് അള്ളാഹു തആല തരുമെന്ന പ്രതീക്ഷയിൽ അല്ലെങ്കിൽ കിട്ടിയതിൽ സംതൃപ്തിയോടെ കഴിയുക. ഇതാണ് തവക്കുൽ എന്ന് പറയുന്നത്. പക്ഷികളെ കൂട്ടിൽ അടങ്ങിയിരിക്കാറില്ല. രാവിലെ അന്വേഷിച്ച് ഒട്ടിയ വയറുമായി പോകും, തിരിച്ച് വയറ് നിറച്ച് മറിഞ്ഞു വരികയും ചെയ്യും, അല്ലേ? ബനൂ ഇസ്രായേലുകാരുടെ ഒരു കഥ കിതാബുകളിൽ കാണാം. അദ്ദേഹം നാട്ടിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ്, യാത്രയിലാണ് അദ്ദേഹം. യാത്രക്ക് വരുമ്പോൾ 1000 ദീനാർ കടം വാങ്ങിയിരുന്ന ഒരാളെടുത്തു. അത് തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാനൊരു വകുപ്പില്ല. അയാളൊരു കപ്പൽ കാത്തു നിൽക്കുകയാണ്. ആ കപ്പൽ കിട്ടിയാൽ കപ്പലിൽ കയറിയിട്ട് അക്കരെ പോയി കടം തിരിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ കപ്പലൊന്നും വരുന്നത് കാണാനില്ല. അതുകൊണ്ട് അയാൾ എന്തു ചെയ്തു? കടം വീട്ടാനുള്ള സമയം എടുത്തു വരികയാണ്. സമയത്തിന് കടം വീട്ടാൻ കഴിയാതിരുന്നാലോ എന്ന ബേജാറിൽ അദ്ദേഹം കപ്പലുകളൊന്നും കാണാഞ്ഞിട്ട് അവസാനം ഒരു മരപ്പലക തുരന്നെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ കടക്കാരന് കൊടുക്കേണ്ട ദീനാറുകളും ചെറിയൊരു കുറിപ്പും അതിനുള്ളിലാക്കിയിട്ട് കൃത്യമായി അടച്ചു വെച്ച് വെള്ളം തട്ടാത്ത വിധം അത് ഭദ്രമാക്കി വെച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് കടലിലേക്ക് ഒഴുക്കി വിട്ടു. പഠിച്ചോണ്ട് ഞാൻ ഇന്നാൾക്ക് കൊടുക്കാനുള്ള കടമാണ്, ഇത് ഇന്നാൾക്ക് എത്തിക്കണേ, ഇനി അത് എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തിൽ അദ്ദേഹം അത് ഒഴുക്കി വിട്ടു. ദിവസങ്ങൾ അതങ്ങനെ ഒഴുകി നടന്നു. മറുകരയിൽ തൻ്റെ പണവുമായി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കാത്തു നിൽക്കുകയാണ്. ആര്? ആ കടം കൊടുത്ത ആള്. കാരണം സമയമായിട്ടുണ്ട്, കടം കൊടുത്ത പൈസ തിരിച്ചിട്ടുണ്ട്. അപ്പം അയാൾ ആരെങ്കിലും പൈസയുമായി വരുന്നുണ്ടോ എന്ന് കാത്തു നിൽക്കുകയാണ്. അങ്ങനെയാണ് കടലിലൂടെ അങ്ങനെ ഒഴുകി വരുന്ന ഒരു മരപ്പലക അദ്ദേഹം കാണുന്നതും. എന്തായാലും ഒരു മരത്തിൻ്റെ കഷ്ണമല്ലേ, വീട്ടിലേക്ക് വിറകിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ള നിലക്ക് അത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വിറകിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അത് വെട്ടിപ്പൊളിച്ചു. ആ മരം വെട്ടിപ്പൊളിച്ചപ്പോഴാണ് കടം കൊടുത്തിരുന്ന 1000 ദീനാറും ഒരു എഴുത്തും ആ കത്തിനുള്ളിൽ കാണുന്നത്. ആശ്ചര്യത്തോടെ അയാൾ തുറന്നു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, തൻ്റെ പൈസ കിട്ടിയിട്ടുണ്ട്. ഇത് തനിക്ക് കടം തരാനുള്ള ആൾ കൊടുത്തയച്ചതാണ്. അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു അദ്ദേഹം. മാഷാ അല്ലാഹ്, അള്ളാഹുൽ ഭരമേൽപ്പിച്ചാൽ കൃത്യമായി നോക്കൂ നിങ്ങൾ, അത് കയ്യിലെത്തി. തവക്കുലിന് അത്രമേൽ പ്രതിഫലനമുണ്ട് എന്നാണ് ഈ സംഭവം കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തെ മറ്റൊരാളെ അവലംബിച്ചു അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് വക്കല എന്നതിൻ്റെ അർത്ഥം. വക്കീലെന്ന് പറയും നമ്മൾ ഒരാളെ കുറിച്ച്. ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആള്, കൈകാര്യ അധികാരി, മേൽനോട്ടക്കാരൻ, അങ്ങനെയൊക്കെയാണ് വക്കീൽ എന്ന പദത്തിന് നമ്മൾ അർത്ഥം പറയാറുള്ളത്. അള്ളാഹുവിലുള്ള പരിപൂർണമായ സമർപ്പണം, അതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. എല്ലാം അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കൈകാര്യകർത്തം എല്ലാം അള്ളാഹുവാണ്. എല്ലാം നടത്തി തരേണ്ടത് അള്ളാഹു. നമുക്ക് എന്തിനാ കഴിയുക? നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൽ പരിമേൽപ്പിക്കുക. അള്ളാഹു ഈ ലോകത്ത് നിശ്ചയിച്ച ഓരോ കാരണങ്ങളെ സമീപിച്ചായിരിക്കണം തവക്കുൽ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാനാണ് എന്നതുപോലെ സകല കാര്യത്തിനും അള്ളാഹു തആല കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പെരയിരുന്നാൽ സ്വർണവും വെള്ളിയൊന്നും ആകാശത്ത് ഇങ്ങനെ താഴോട്ട് വർഷിച്ച് അള്ളാഹു തആല തരൂല. അതല്ല റബ്ബിന്റെ രീതി. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കുലാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിയോട് പറഞ്ഞത്, അല്ലേ? അല്ലാതെ കെട്ടിയിടാതെ അഴിച്ചു വിട്ടിട്ട് തവക്കുലാക്കാനല്ല. കെട്ടിയിട്ടിട്ട് അള്ളാഹു നിന്നെ ഏൽപ്പിച്ചാൽ പോകണമെന്നാണ് തവക്കുൽ ചെയ്യുക. 87-ാമത്തെ ആയത്ത് നോക്കാം. ഫിർഔനിൻ്റെയും അവൻ്റെ ശിങ്കിടികളുടെയും ഇടയിലാണല്ലോ ബനൂ ഇസ്രായേലുകാർ താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് കൂടുതൽ മർദ്ദനങ്ങളും പ്രയാസങ്ങളൊക്കെ ഏൽക്കേണ്ടി വരും. മാത്രമല്ല, അവരുടെ നിസ്കാരം തുടങ്ങിയ ആരാധനാ കർമ്മങ്ങൾ നടത്താൻ സ്വാതന്ത്ര്യമില്ലാതെ വരും. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറയുന്നത് ബനൂ ഇസ്രായേലുകാർക്ക് വേണ്ടി പ്രത്യേകം വാസസ്ഥലം ഏർപ്പെടുത്താനും അവരുടെ ആരാധനാ കർമ്മങ്ങൾ അവരുടെ വീടുകളിൽ വെച്ച് നടത്താനും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടെ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 87-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. وأوحينا നമ്മൾ വഹി നൽകി, സന്ദേശം നൽകി. ആർക്ക്? ഇലാ മൂസ, മൂസാ നബി അലൈഹി സ്വലാമിനോ, അഖീഹി, മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിനോ, ജ്യേഷ്ഠ സഹോദരനാണല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സന്ദേശം നൽകിയത്? അൻ തബവ്വഅ, നിങ്ങൾ ഇരുവരും നിർമ്മിക്കണം, ലിഖൗമികുമാ, നിങ്ങളുടെ ഖൗമിന് വേണ്ടി, ബിമിസ്ര, ഈജിപ്തിൽ, ബുയൂതൻ, വീടുകൾ നിർമ്മിക്കണം, താമസ സ്ഥലങ്ങൾ നിർമ്മിക്കണം,
നിങ്ങൾ ഒരുക്കണം, നിർമ്മിക്കണം എന്നർത്ഥം. അവർക്ക് നിങ്ങൾ മിസ്റിൽ വീടുകൾ ഒരുക്കണം. വജഅലൂ ബുയൂതക്കും ഖിബല, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആ വീടുകളെ ഖിബല ആക്കുകയും ചെയ്യണം. പറഞ്ഞാൽ ആരാധന നിർവഹിക്കുന്ന സ്ഥലങ്ങളാക്കുകയും ചെയ്യണം. വഅഖീമുസ്സലാ, നിസ്കാരം നിങ്ങൾ കൃത്യമായി മുറപ്രകാരം അനുഷ്ഠിക്കുകയും ചെയ്യണം, നിലനിർത്തുകയും ചെയ്യണം. ഉബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകൾക്ക് മൂസാ നബിയെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് ആഖിറം രക്ഷപ്പെടും, ഒരുപാട് നേട്ടങ്ങളുണ്ടാവും എന്നൊക്കെ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യണം. ഇവിടെ വജഅലൂ ബുയൂതക്കും ഖിബല, വീടുകളെ ഖിബല ആക്കുക എന്നാണ് പ്രയോഗിച്ചത്. ഇതിന് വിവിധ വ്യാഖ്യാനങ്ങളും മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അവരുണ്ടാക്കിയ വീടുകളെ നിസ്കാര സ്ഥലമാക്കുക. ഇസ്രായേലര് ആരാധനാലയങ്ങളിൽ പോയി നിസ്കരിക്കുന്നതിനെ ഫിർഔനും കൂട്ടരും തടഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം വീടുകളിൽ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനാണ് മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹു തആല നിർദ്ദേശം നൽകുന്നത് ഹാറൂൻ നബി അലൈഹി സ്വലാമിനോട്. രണ്ടാമതൊരു വ്യാഖ്യാനം, വീടുകളെ ഒരു വീടിനെ മറ്റൊരു വീടിനോട് അഭിമുഖമായി ഉണ്ടാക്കുക. ഒന്നിനു മുന്നിൽ മറ്റൊന്ന്, അങ്ങനെ രണ്ട് വീടുകൾ അഭിമുഖമായി ഉണ്ടാക്കുക. അപ്പൊ എല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്ന് പരസ്പരം കാണുന്ന രൂപത്തിൽ അഭിമുഖമാക്കി ഉണ്ടാക്കുക എന്നർത്ഥം. അങ്ങനെ വീടുകളെല്ലാവരും ഒരു കേന്ദ്രത്തിലായെങ്കിലല്ലേ അവർ പരസ്പരം കാണാനും സംഘടിത ശക്തി കൂട്ടാനും അക്രമങ്ങളും മർദ്ദനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എതിർക്കാനൊക്കെ കഴിയുള്ളൂ. ഇതാണ് ഈ രണ്ടാം വ്യാഖ്യാന പ്രകാരം ഉദ്ദേശം. മറ്റൊരു വ്യാഖ്യാനം ഇവിടെയുള്ളത്, അവരുടെ വീടുകൾ അവരുടെ ഖിബലയായിരുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് മുഖമായി സ്ഥാപിക്കണം, ഉണ്ടാക്കണം എന്നർത്ഥം. അവരന്നത്തെ ഖിബലയായിരുന്നതിൻ്റെ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് അവർ വീടുകൾ ഉണ്ടാക്കണം. ഏതായാലും ആദ്യം പറഞ്ഞ ആ വ്യാഖ്യാനമാണ് പ്രബലമായത്. അവരുടെ നിസ്കാര സ്ഥലങ്ങൾ, വീടുകളെ തന്നെ നിസ്കാര സ്ഥലങ്ങളാക്കണം എന്നാണ്, അവിടെ നിസ്കരിക്കണം എന്നർത്ഥം. പുറത്തു പോകാൻ ഫിർഔന്റെ തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വബശ്ശിരിൽ മുഅ്മിനീൻ, എങ്ങനെയായാലും എന്തൊക്കെ പ്രകോപനങ്ങളും മർദ്ദനങ്ങളും ഉണ്ടായാലും സത്യവിശ്വാസികൾക്ക് അതൊന്നും പ്രശ്നമില്ല. അവർ സത്യവിശ്വാസം കൈമോശം വരാതെ അത് മുറുകെ പിടിച്ച് ജീവിക്കുകയേ വേണ്ടൂ. അങ്ങനെ ചെയ്താൽ അവർ ജയിക്കുക തന്നെ ചെയ്യും. ഈ ഒരു സന്തോഷ വാർത്ത തന്റെ സമൂഹത്തെ അറിയിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിനോടും ഹാറൂൻ നബി അലൈഹി സ്വലാമിനോടും അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമിനോട് മാത്രമാണ്. ഉബശ്ശിരിൽ മുഅ്മിനീൻ, മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയണം ബഷീർ, അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. ഒരാളോട് അവിടെ ആദ്യത്തെ രണ്ട് കൽപ്പനകളും രണ്ടാളോടും കൂടിയാണ്, മൂസാ നബി അലൈഹി സ്വലാമിനോടും ഹാറൂൻ നബി അലൈഹി സ്വലാമിനോടും. നിങ്ങൾ രണ്ടുപേരും തയ്യാറാക്കണം, അല്ലേ, ലിഖൗമിക്കുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും സമ്പ്രദായങ്ങൾക്ക്. ഇവിടെ പറഞ്ഞതോ ഉബശ്ശിർ, മൂസാ നബി അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണം. ഇവിടെ ആദ്യത്തെ പണി വീടുകൾ തയ്യാറാക്കുക, മറ്റൊക്കെ ചെയ്യുക എന്നത് രണ്ടുപേരും കൂടി കൂട്ടമായി സഹകരിച്ച് ചെയ്യേണ്ട പണിയാണ്. അതുകൊണ്ടാണ് രണ്ടു കൽപ്പനകളെയും മൂസാ നബി അലൈഹി സ്വലാമിനെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിനെയും ചേർത്ത് പറഞ്ഞത്. അതുപോലെ പിന്നെ വാജിഅലൂ അഖീം എന്നൊക്കെ ഉള്ളിടത്ത് അങ്ങനെ പറഞ്ഞത്. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ട പണിയാണ്. മൂസാ നബി അലൈഹി സ്വലാമിയുടെ പ്രബോധന ദൗത്യ നിർവഹണത്തിന് സഹായിയായിട്ടാണല്ലോ ഹാറൂൻ നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെട്ടത്. അപ്പം രണ്ടാളുകൂടെ കൂടെ സഹകരിച്ച് ചെയ്യേണ്ട പണിയാണ് അത് എന്നർത്ഥം. അതേസമയം ഈ ദിവ്യദൗത്യത്തിൻ്റെ, റിസാലത്തിൻ്റെ, പ്രവാചകത്വത്തിൻ്റെ സാക്ഷാൽ വാഹകനാരാണ്? മൂസാ നബി അലൈഹി സ്വലാം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുവാനുള്ള കൽപ്പന മൂസാ നബി അലൈഹി സ്വലാമിനോട് മാത്രമായി അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു തആല നടത്തിയത്. ഇതിൻ്റെ ഒറിജിനൽ മൂസാ നബി അലൈഹി സ്വലാം തന്നെയാണല്ലോ. മൂസാ നബി അലൈഹി സ്വലാമാണ് സഹായിയായ ഹാറൂൻ നബിയെ കൂടെ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ അല്ലാഹു തആല കൊടുത്തതാണ്. ആകട്ടെ, 88-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം. മൂസാ നബി അലൈഹി സ്വലാമിനെയും മൂസാ നബി അലൈഹി സ്വലാം പ്രബോധന ദൗത്യം തുടരുകയാണ്. ഫിർഔനെയും കൂട്ടരെയും ഒക്കെ കുറേ ഉപദേശിച്ചു നോക്കി, പല സമയത്തും വാദപ്രതിവാദങ്ങൾ നടത്തി, പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തു. അത് മാരണമാണെന്ന് ഫിർഔൻ സംഘവും പറഞ്ഞെങ്കിലും വിവരമുള്ള മാരണക്കാർ അത് സിഹറല്ലെന്ന് പറഞ്ഞ് അവർ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചു അലൈഹിസ്സലാം. ഈ ഒരു ധിക്കാരത്തിന്റെ ഫലമായി ഫിർഔനും കൂട്ടരും ഇവരെ നന്നായി മർദ്ദിച്ചു. പിന്നെ മൂസാ നബി അലൈഹി സ്വലാം വീണ്ടും പ്രബോധനം തുടരുകയാണ്. എത്ര പറഞ്ഞിട്ടും ഫിർഔൻ കേൾക്കുന്നില്ല, അവന്റെ സമൂഹം കേൾക്കുന്നില്ല, അവർ ധിക്കാരം തുടരുകയാണ്. അപ്പോഴാണ് അല്ലാഹു തആല അവരെ പലതരം ശിക്ഷകൾക്ക് വിധേയരാക്കിയത്. ഓരോ പ്രാവശ്യവും അവർ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വരും. പല പരീക്ഷണങ്ങളും കൊടുത്തു, പല പരീക്ഷണങ്ങളും ഘട്ടം ഘട്ടമായി പല പരീക്ഷണങ്ങളും അവരെ അല്ലാഹു തആല പരീക്ഷിച്ചു. ഓരോ പ്രാവശ്യം ആപത്തുകളും മുസീബത്തുകളും വരുമ്പോഴും മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ എന്ന് പറയും, ഞങ്ങൾ
സത്യവിശ്വാസം സ്വീകരിക്കാം, നിങ്ങൾ ദുആ ചെയ്യണം, ഇതൊന്ന് നീങ്ങിക്കിട്ടാൻ, ഈ ആപത്ത് നീങ്ങാൻ ദുആ ചെയ്യണം. മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്യും, ആപത്ത് നീങ്ങിക്കിട്ടും, അവർ വാക്കുമാറും. ഇത് പലപ്പോഴും ആവർത്തിച്ചു. ഇത് സംബന്ധമായുള്ള വിവരങ്ങളൊക്കെ നമ്മൾ 7-ാം അധ്യായം പഠിച്ചപ്പോൾ, സൂറത്തുൽ ആറാഫ് പഠിച്ചപ്പോൾ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആവർത്തിക്കുന്നില്ല. ഏതായാലും ആ ദുഷ്ടന്മാരുടെ ധിക്കാരവും അഹങ്കാരവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഏതു തമ്മാടികളുടെയും അക്രമമോ വിളയാട്ടമോ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരിക്കുക എന്നത് അള്ളാഹു തആലയുടെ രീതിയല്ല. അതിനൊരു അവധി ഉണ്ടാവും. അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ഫിർഔനിൻ്റെ അവധി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാം അടുത്ത ആയത്തിൽ പറയുന്നത് പോലെ ദുആ ചെയ്തത്. ഫിർഔനെതിരെ ദുആ ചെയ്യുകയാണ്. ഫിർഔന്റെയും ശിങ്കടികളുടെയും ധിക്കാരവും തെമ്മാടിത്വം തുടർന്നു പോകാനുള്ള ഭവിഷ്യത്തുകളാണ് അള്ളാഹുവിന് മുമ്പിൽ മൂസാ നബി അലൈഹി സ്വലാം അടുത്ത ആയത്തിലുള്ള ദുആയിലൂടെ നിരത്തുന്നത്. എന്തിനാണ് ദ്വാരക്കുന്നത്? റബ്ബേ, അവരുടെ സമ്പത്ത് നശിച്ചു പോകണം, അവരുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യം കൂടണം, അവരുടെ സ്വത്തിന് നാശം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അക്രമങ്ങളും മർദ്ദനങ്ങളും കുറയും, ഹൃദയം കഠിനമാകുമ്പോൾ മനസ്ഥിതി മൂർധന്യ ദിശയിലെത്തും, അങ്ങനെ ശിക്ഷ വരാൻ അത് വഴിയൊരുക്കുകയും ചെയ്യും. ഇതാണ് ആ ദുആയുടെ കാതൽ. അങ്ങനെ ശിക്ഷ വരുമ്പോൾ ആ സമയത്ത് ഫിർഔൻ വിശ്വസിക്കുമെന്ന് ഉറപ്പാണ്. അടുത്ത ആയത്തിൽ പറയും പോലെ ആ സമയത്ത് തന്നെ ഫിർഔൻ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിശ്വാസം കൊണ്ട് എന്ത് ഫലമാണ്? റൂഹ് തൊണ്ടക്കൊലത്തിന് ശേഷം അല്ലേ? ഏതായാലും ആ വിശ്വാസം കൊണ്ട് ഫലമില്ലെങ്കിലും ആ ശിക്ഷ വന്നെത്തി അതോടുകൂടെ അവൻ നശിച്ചാൽ അതോടുകൂടി അവൻ്റെ അക്രമങ്ങൾക്ക് അറുതി വരുമല്ലോ, സത്യവിശ്വാസികൾക്ക് സമാധാനം കിട്ടുമല്ലോ. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്നത്. നോക്കാം 88-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. وقال മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക, നിശ്ചയമായും നീ ആതൈത നൽകിയിട്ടുണ്ട് ഫിർഔനിന് വമലഅഹു, ഫിർഔനിൻ്റെ പ്രമുഖരായ ആളുകൾക്കും, സീനത്തൻ ഭൗതിക ജീവിതാർഭാടങ്ങൾ, വഅംവാലൻ ഒരുപാട് സമ്പത്തുക്കളും, ഫിൽ ഹയാത്തി ദുന്യ ഈ ലോകത്ത്, ഈ ദുന്യവിയായ ജീവിതത്തിൽ അവർക്ക് നീ ഒരുപാട് സ്വത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആർഭാടങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീനത്തിൻ്റെ അർത്ഥം അതാണ്. അവിടെ എന്തിനാണ് അവർ ആ കൊടുത്തുകൊണ്ട് എന്താ അവർ ചെയ്യുന്നത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലിയുദുല്ലു അൻ സബീലിക്, അതുവഴി ജനങ്ങളെ നിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാനാണ് അവരുടെ ശ്രമം. നീ അവർക്ക് കുറെ സമ്പത്ത് കൊടുത്തു, കുറെ ആർഭാടങ്ങൾ കൊടുത്തു. അതുകൊണ്ട് റബ്ബന ലിയുദുല്ലു അൻ സബീലിക്, അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, അവർ ശ്രമിക്കുന്നത് എന്തിനാണ്? ആളുകളെ നിന്റെ വഴിയിൽ നിന്ന് മാറ്റാനാണ്. അതുകൊണ്ട് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇത്മിസ് അലാ അംവാലിഹിം, അവരുടെ സമ്പത്തുക്കൾ നീ ഉന്മൂലനം ചെയ്യണമേ, നശിപ്പിക്കണമേ. ഇത്മിസ് എന്ന് പറഞ്ഞാൽ പറ്റ ഇല്ലാതെയാക്കണമേ, ഉന്മൂലനം ചെയ്യണമേ. വസ്തുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ കഠിനതരമാക്കുകയും ചെയ്യണമേ. ഫലാ യുഅ്മിനു, അങ്ങനെ അവർ വിശ്വസിക്കുകയില്ല. ഹത്താ യറൗൽ അദാബൽ അലീം, വേദനയുട്ട ശിക്ഷ കാണുന്നത് വരെ അങ്ങനെ അവർ വിശ്വസിക്കാതിരിക്കട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർ വിശ്വസിക്കും, പക്ഷെ ആ വിശ്വസിക്കുന്ന സമയത്ത് പ്രയോജനം ഉണ്ടാവില്ല. അതേസമയം അവർ മരിക്കും, അവർ നശിക്കും, അതുപോലുള്ള മുഅ്മിനീങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അതാണ് അവിടെ കാതൽ. അപ്പോൾ റബ്ബനാ യുദുല്ലു അൻ സബീലിക്, നിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുകയായിരിക്കും അതിൻ്റെ ഫലം. ഈ സമ്പത്തുകൊണ്ടൊക്കെ അതാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ സമ്പത്തില്ലാതെയാവണം, അവരുടെ ഹൃദയങ്ങൾ കഠിനതരമാവണം. അങ്ങനെ അവർ നല്ല ശിക്ഷ, കടുത്ത ശിക്ഷ കാണുന്നത് വരെ അവർ വിശ്വസിക്കാതിരിക്കട്ടെ. അങ്ങനെ അവരങ്ങനെ തുറന്നു പോട്ടെ എന്നർത്ഥം. കാരണം അവരങ്ങനെ തുടരുകയുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ശിക്ഷ വരാനുള്ള ഒരു സമയം അടുക്കും, അതിനുള്ള സാധ്യത കൂടും. അങ്ങനെ ശിക്ഷ വന്നാൽ അവർ നശിക്കും, മുഅ്മിനീങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. അധിക ആളുകളുടെയും ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കാരണം സാമ്പത്തികമാണ്, അല്ലേ? സാമ്പത്തിക സുഭിക്ഷതയാണ്. അത് തന്നെയാണ് ഫിർഔനിൻ്റെയും ശിങ്കലുകളുടെയും അവസ്ഥയും. ഈ സാമ്പത്തിക സുഭിക്ഷത ഇല്ലാതെയാകണം എന്നാണ് മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തത്. അധികാരവും അഹങ്കാരവും അതിൻ്റെ കൂടെ സമ്പൽ സമൃദ്ധിയും ആഡംബരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അയാളെ പിടിച്ചാൽ കിട്ടൂല. ഫിർഔന്മാരുടെ രാജവാഴ്ചക്കാലത്തെ ആഡംബര വസ്തുക്കൾ, സമ്പൽ സമൃദ്ധി, ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ അടയാളപ്പെടുത്തുന്ന ഒരുപാട് സംഗതികൾ ഇന്നും ഈജിപ്തിൽ കാഴ്ച വസ്തുക്കളായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്.
ഇത്തരം രാജാക്കന്മാരുടെ ശവക്കല്ലറകൾ തന്നെ, അങ്ങനെ പിരമിഡുകൾ ലോകത്തിലെ വലിയ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. അപ്പോ ഫിർഔനിനെ കൂട്ടർക്കും കിട്ടിയ ഈ സുഭിക്ഷതയും സ്വാധീനവും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തെ എതിർത്ത് തോൽപ്പിക്കാനും അതിൽ നിന്ന് ജനങ്ങൾ അകറ്റാനുമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെ അവരെ സത്യത്തിലേക്ക് ആവുന്നത്ര ക്ഷണിച്ചു നോക്കി. പക്ഷെ ധിക്കാരം വർദ്ധിക്കുകയാണ്. മനസ്സിൽ മാറുന്നൊരു ലക്ഷണം കാണുന്നില്ല. അള്ളാഹു എങ്കെന്നുള്ള അതിഭയങ്കരമായ അവരുടെ ശിക്ഷയും കൊണ്ടല്ലാതെ അവർ ഒതുങ്ങുകയില്ല എന്ന് മഹാനവർക്ക് ബോധ്യമായി. അങ്ങനെയാണ് ദുആ ചെയ്തത്. അതാണ് എന്ന് പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാം 950 കൊല്ലം പ്രബോധനം ചെയ്ത് സമൂഹത്തെ സത്യവിശ്വാസത്തിൽ ക്ഷണിച്ചു. പക്ഷെ കുറച്ചാളുകളാ മുസ്ലിങ്ങളായത്. അങ്ങനെയാണ് പ്രത്യാശക്ക് വഴിയില്ലാതെ വന്നപ്പോ, ധിക്കാരം തുടർന്നുകൊണ്ടിരുന്നപ്പോ നൂഹ് നബി അലൈഹി സ്വലാം ഇതേപോലെ ദുആ ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ. സൂറത്ത് നൂഹിൽ ആ വിഷയം കാണാം. 26ഉം 27ഉം ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല നൂഹ് റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുദല്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്യണം, പടച്ചോനെ ഇനി ആരും ഇവിടെ ബാക്കിയാക്കരുത്. ആരെങ്കിലും നീ ബാക്കി വെക്കുകയാണെങ്കിൽ അവർ ഇതേമാതിരി വീണ്ടും തെമ്മാടിത്തരങ്ങളെയും തെമ്മാടികളെയും പിന്നെ എന്താണ് പറയാ ദുർവൃത്തികൾ ചെയ്യുന്ന ആളുകളുമല്ലാതെ അവരിവിടെ പ്രസവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ അങ്ങനത്തെ ആളുകൾ ഇനി ഉണ്ടാവുള്ളൂ. അവർ വെറുതെ നിന്റെ ആളുകളെ നിന്നിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തത്. ഇതേപോലെയുള്ള ദുആ തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാം ഇവിടെ നടത്തിയത്. അതായത് അള്ളാഹുവിന്റെ സത്യമാർഗത്തെ ധിക്കരിക്കുന്നതും അവഹേളിക്കുന്നതും കണ്ട് കണ്ട് സഹിക്കവയ്യാതായിട്ട് പ്രതീക്ഷക്കുള്ള ഒരു വഴിയുമില്ലാതായി വന്നപ്പോൾ ആണ് മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തത്. ക്രൂരതയല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് ഉറപ്പായ ഒരു ജനത ഇല്ലാതെയായാൽ മറ്റുള്ളവർക്കെങ്കിലും സമാധാനമായി ജീവിക്കാലോ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. അതാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത പേജിൽ പഠിക്കാം. അവരുടെ ആഡംബര ജീവിതവും സമ്പത്തും ഒക്കെ തകർക്കുന്ന പലതരം ശിക്ഷകളും അവരെ പിടികൂടി. ക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി, ഉൽപാദനക്കുറവുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, വെട്ടുകിളിയിൽ പരീക്ഷണമുണ്ടായി. പേൻ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചു. നോക്കുന്നിടത്തൊക്കെ പേൻ. തവള കൊണ്ട് പരീക്ഷിച്ചു. എല്ലായിടത്തും തവളകൾ. രക്തം കൊണ്ട് പരീക്ഷിച്ചു. എവിടെ വെള്ളമൊക്കെ രക്തം. ഇങ്ങനെ പല പരീക്ഷണങ്ങൾക്കും ഈ ആപത്തുകളൊക്കെ വരുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കും. മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്യും. അവർ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. പക്ഷെ അതൊക്കെ അവർ മറക്കും, അവർ വാക്കുമാറും. ഇതാണ് അവരുടെ അവസ്ഥ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ആളുകൾ മുമ്പിൽ വഷളാവുന്നതിൽ ഞങ്ങളെല്ലാവരും കാത്തുരക്ഷിക്കണം അല്ലാഹ്. മുഖ്ലിസായി സന്തോഷത്തോടുകൂടെ ദീനിനും ഇൽമിനും ഖുർആനും ഖിദ്മത്തുള്ള അവസരം നൽകണം റഹ്മാനെ. അവൻ്റെ വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നീ പുറത്തു വെക്കണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. من الله دعاء. السلام عليكم ورحمة الله وبركاته.